കണ്ടോ വിനീതോത്സവം. അപ്പം നാളെയാണ് കേട്ടോ അതിൻ്റെ പരിപാടി. ഞങ്ങൾ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്കിന്ന് 4 മണി ചായക്ക് ഒരു കടി ഉണ്ടാക്കാം കേട്ടോ. അത് കൊള്ളിയാണ് കേട്ടോ. കൊള്ളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് കൊള്ളി. കപ്പ മരച്ചീനി എന്നൊക്കെ പറയില്ലേ, അതുകൊണ്ട് നല്ലൊരു 4 മണി ചായക്കുള്ള കടി ഉണ്ടാക്കാം. ഓക്കെ, വരൂ കേട്ടോ. ഇതാണ് കൊള്ളി അല്ലെങ്കിൽ കപ്പ. ഇത് നമുക്ക് മുറിച്ച് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. നോക്കൂ, മറ്റു വേവണ കൊള്ളി കേട്ടോ. വേഗം തൊലി പോണ്ട്. എപ്പോൾ ഒളിച്ചിട്ടാലും വേഗം വേവില്ല. അത് രണ്ടാക്കണം, രണ്ടെണ്ണാക്കിയാൽ മതി അല്ലേ. അങ്ങനെ തൊണ്ടൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് നമ്മൾ ഈ കുക്കറിലിടാൻ പോവാം. പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, മുഴുവൻ എടുത്തിട്ടില്ല. ഒരുപാടുണ്ടാവും മുഴുവനാകുമ്പോഴേ. അതിലിട്ടു. ഇനി ഉപ്പിടാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇനി വെള്ളം ഒഴിക്കണം, നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ. കാരണം ഇത് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കളയേണ്ടതാണ്, ഊറ്റി കളയേണ്ടതാണ്, കട്ട് കളയാനായിട്ടേ. ഇനി അടച്ചിട്ട് നമുക്കിത് 2 വിസിൽ വരുത്താം. കൊള്ളി നമ്മൾ അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ച് 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ പ്രഷർ പോട്ടെ, അപ്പോഴേക്കും നമുക്കതിലേക്കുള്ള ചമ്മന്തി അരക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഇത്ര ഉള്ളി നന്നാക്കിയിട്ടുണ്ട്. കഴുകി വെച്ചിട്ടുണ്ട്. മുളക് എടുക്കാം. അധികം മുളക്, ഇത്രയും മുളക് മുഴുവണോ? മതിയല്ലേ, എരിവ് കൂടിയല്ലോ അല്ലേ. കാന്താരി അല്ലേ, എരിവ് കൂടിയല്ലോ. അപ്പോൾ മുളകും ഉള്ളിയും ഉപ്പും മാത്രം മതി അല്ലേ. ഉപ്പിട്ടു നമുക്ക് അരയ്ക്കാം. കുശലയുടെ പറമ്പിലത്തെ കൊള്ളിയാണത്. അപ്പോൾ അവർ ഇന്നലെ കുശല ഞായറാഴ്ച ഇല്ലായിരുന്നു. ഇന്നലെ വന്നപ്പോൾ പറിച്ചിട്ട് നമുക്കൊരു കട തന്നു. ഒരു കട ദേശത്തേക്ക് കൊടുത്തു. പിന്നെ എല്ലാവർക്കും കൊടുത്ത് ആൾ പോയി. കഴിയാറായിട്ടുണ്ട് കേട്ടോ. വലിയ കൊള്ളിയാണല്ലോ. അപ്പോൾ കൊള്ളി പുഴുങ്ങിയാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉപ്പേരി വെച്ചാലും ഇഷ്ടമാണ് കേട്ടോ. ഇന്ന് എന്തായാലും പുഴുങ്ങാം. ചമ്മന്തി കാന്താരി മുളക് ഉണ്ട്, അതുകൊണ്ട് ബെസ്റ്റ് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കും കാപ്പിക്ക് കേട്ടോ. 4 മണി കാപ്പിക്ക് അരച്ചോളോ. ഇതിനെ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, നല്ല സ്വാദുണ്ടാവും. ഉള്ളി കാന്താരി മുളക് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ വെളിച്ചെണ്ണയും കൂടെ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ വയ്ക്കാം കേട്ടോ. കാന്താരി മുളകും ഉള്ളിയുടെ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാം, ഭയങ്കര എരിവാതിന്. അപ്പം നമുക്ക് പണി കഴിഞ്ഞു കേട്ടോ. എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞു. കൊള്ളി വെന്തിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി തുറന്ന്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. വെള്ളം എന്തിനാന്ന് വെച്ചാൽ കൊള്ളിയുടെ കട്ട് വെള്ളത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. നമുക്ക് എടുക്കാം, വെള്ളം ഊറ്റി കളയാല്ലേ. വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഇടാം കേട്ടോ. ആവി പറക്കണ കൊള്ളി പുഴുങ്ങിയതാണ് കേട്ടോ. ഓടി വരൂട്ട എല്ലാവരും, നമുക്ക് കഴിക്കാം. നല്ല കാന്താരി ചമ്മന്തി ഉണ്ട്. ഒരു കഷ്ണം എടുത്ത് കൊള്ളി വയ്ക്കാം. എന്നിട്ട് കുറച്ചിട്ടാൽ മതി കേട്ടോ. ഭയങ്കര എരിവാ. ചായ ഗ്ലാസ് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അധികം ചിലവില്ലാത്ത ഒരു പലഹാരം കിട്ടത് കൊള്ളി. നിങ്ങൾക്ക് വന്ന തരാട്ടോ. രണ്ടുണ്ടേ, ചമ്മന്തി ഉണ്ട്, കാന്താരി ചമ്മന്തി ഉണ്ട്, കൊള്ളിയുണ്ട്. വരൂ കേട്ടോ, എല്ലാവരും വരും. വിളിച്ചോളോ. യേശുവിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചോളോ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് തന്നെയാണ്. അത് പറയും ഞാൻ. 4 മണി കഴിഞ്ഞു കേട്ടോ. 4 അല്ലേ. അപ്പം നാളെ അപ്പം എന്തായാലും നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ ഒരു ചൂടുണ്ട് കേട്ടോ. ഇതിങ്ങനെ മുക്കിയിട്ട് അടിപൊളിയാ.
ഇതിപ്പോൾ അത്രയും മതിയല്ലേ? നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാലും കണ്ട. അപ്പോൾ ഇന്ന് ഞങ്ങൾ അധികം ചിലവില്ലാത്ത ഒരു നല്ല സ്നാക്ക് ഉണ്ടാക്കി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവില്ല, എനിക്കറിയാം ഉണ്ടാക്കാറുണ്ടാവും. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് സമയത്ത് ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുമ്പോൾ എൻ്റെ സന്തോഷം അല്ലേ. മഴയും പെയ്തു, ഇന്ന് മഴ ചാറി. അതൊക്കെ മഴ ചാറിയപ്പോൾ നല്ല സുഖമായില്ലേ, ചെടികൾക്കൊക്കെ സന്തോഷമായി. രാജേട്ടൻ ചായക്ക് എന്താ കുഴപ്പമെന്നറിയോ? മധുരക്കിഴങ്ങിൻ്റെ ആളാണ് രാജേട്ടൻ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും സുഭാഷ് വരുമ്പോൾ 2 കിലോ മധുരക്കിഴങ്ങ് വാങ്ങും. അത് ദിവസവും കുറേശ്ശെ എടുത്തിട്ട് മധുരക്കിഴങ്ങ് ഇതേപോലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കൊടുക്കാം. അടിപൊളി, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിപ്പോൾ 30-ാം തീയതി കേട്ടോ, മാർച്ച് 30. നാളെ ഒരു വിശേഷമുണ്ട്. അത് നാളെ നിങ്ങളോട് ഞാൻ വിശദീകരിച്ച് പറയാം. പക്ഷെ നാളത്തെ വിശേഷം നിങ്ങളോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. നാളെ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അതായത് ഒരു ഗാനമേളയുണ്ട്. സിനിമാ നടനില്ലേ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഗംഭീര പരിപാടിയാണ്. വിനീതോത്സവം എന്ന് പറയും അതിന്, വിനീതോത്സവം. അത് കാണാനായിട്ട് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ നാളെ ഞങ്ങൾ 4 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ സമയത്ത് വിനീതോത്സവം കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ കിട്ടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അല്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അല്ലേ ചേച്ചരെ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്. നല്ലതും പറയാറുണ്ട്, ചീത്തയും പറയാറുണ്ട്, ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതായത് കേരള കൗമുദി എന്ന് പറഞ്ഞാൽ അറിയാലോ, മലയാളത്തിലെ കേരള കൗമുദി ഉണ്ടല്ലോ. കേരള കൗമുദിക്കാർ ഈ പ്രാവശ്യം അവരുടെ 145-ാമത്തെ വാർഷികമാണത്ര കേരള കൗമുദിയുടെ. അപ്പോൾ ഓരോ കൊല്ലവും അവർ ഓരോ വാർഷികം വരുമ്പോഴും ആ വാർഷികം എത്രാമത്തെ വാർഷികമാണോ അത്രയും വനിതകളെ അവർ പ്രത്യേകമായിട്ട് അവരെ തിരഞ്ഞെടുക്കുകയാണ്. വനിതകളെ തിരഞ്ഞെടുക്കണം. ഇപ്രാവശ്യം 145-ാമത്തെ വാർഷികമായതുകൊണ്ട് 145 വനിതകളെയാണ് അവർ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതിൽ ഒരാളായിട്ട് ഞാൻ പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണക്കാർ നിങ്ങളാണ്. കാരണം എന്താ? എനിക്ക് കിട്ടിക്കണത് എൻ്റെ പെർഫോമൻസ് യൂട്യൂബാണ് കേട്ടോ. യൂട്യൂബ് തുടങ്ങിയെന്നും, അതായത് ഇത്രയും പ്രായമുള്ള ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എൻ്റെ പ്രേക്ഷകർ എനിക്ക് തരുന്ന സപ്പോർട്ട്, സ്നേഹം, അതൊക്കെയാണ് അതിൽ എനിക്ക് ഒരു എന്താ പറയുക പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് 1,00,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോൾ എൻ്റെ സ്കൂളിൽ ഞങ്ങളുടെ പെൻഷനേഴ്സ് എനിക്കൊരു സമ്മാനമൊക്കെ തന്നിരുന്നു. അവരെ സെലക്ട് ചെയ്ത് അവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് എന്തൊക്കെയോ പരിപാടി ഉണ്ട് അവിടെ. എനിക്കറിയില്ല കേട്ടോ എന്താണെന്നുള്ളത്, നാളെ അറിയാം. അപ്പോൾ ഒരു പുസ്തകമൊക്കെ ഉണ്ട്. നമ്മുടെ ഇൻ്റർവ്യൂവിന് അവർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുമ്പ്. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അതായത് നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൽ അതിൻ്റെ പരിപാടി ഉണ്ട്. അതിൻ്റെ ലോഞ്ചിങ്ങാണ് നാളെ. അപ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അതോടെ അപ്പം തന്നെ ഞങ്ങൾക്ക് ഈ വിനീതോത്സവത്തിന് ടിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പം നാളെ നമ്മൾ വിനീതോത്സവം കാണാൻ പോകും. കൂട്ടത്തിൽക്കൂടെ ഇതും ഇവിടെ എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടിയത്, അല്ലെങ്കിൽ ഇവരെന്നെ വിളിച്ചത്, എന്നെ അവർ സെലക്ട് ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സ്നേഹവും സപ്പോർട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എന്താ പറയുക എല്ലാം ആണ് കാരണം. നിങ്ങളോട് എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി. കാരണം എനിക്ക് കിട്ടിയ ഈ ഒരു ഇത് നിങ്ങളുടെ ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി അത് സമർപ്പിക്കാം. ഓക്കെ, നാളെ കാണിച്ചു തരാം കേട്ടോ. നാളെ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഞാനതൊക്കെ കാണിച്ചു തരാം നിങ്ങളെ.
ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കേരള കൗമുദിയുടെ. അപ്പോൾ സാറിൻ്റെ പേരെന്ന് പറഞ്ഞോളൂ. പറയോ? സുനിൽ കുമാർ, തങ്കം ടീച്ചറുടെ മോൻ. വീട് വെങ്ങണിശ്ശേരി. വെങ്ങണിശ്ശേരി. സാറിന് ഷാജി പത്മനാഭൻ. വീട് ഗുരുവായൂർ. ഞാൻ അവിടെ പഠിച്ചേക്കണേ. ഗുരുവായൂരല്ല, ചാവക്കാട് ആ ഭാഗല്ലേ, സംസ്കൃത കോളേജ് അവിടെ ആയിരുന്നല്ലോ പണ്ട്. അങ്ങനെ ഇവർ 3 പേരുമാണ് ഫസ്റ്റിൽ നമ്മുടെ വീട്ടിലേക്ക് എന്നെ പരിചയപ്പെടാനായിട്ട് വന്നത്. അപ്പോൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ പോയി. പിന്നീട് വരാമെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നീട് ഒരു ദിവസം അവർ വിളിച്ചു പറഞ്ഞിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. വേറെ ആൾക്കാരായിരുന്നു, ഇവരാണ് കേട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ സുനിൽ കുമാർ, തങ്കം ടീച്ചറിൻ്റെ മോൻ. ഇത് ബാസി. വീട് കേച്ചേരിയാണ്. കേരള കൗമുദിയുടെ ചീഫ് ഓക്കെ. സന്തോഷം കേട്ടാ. വലിയ വലിയ ആൾക്കാരെ കാണാൻ പറ്റിയില്ലേ? എന്തായി സുനിൽ കുമാറിൻ്റെ പോസ്റ്റ്? മാർക്കറ്റിംഗ്. ചീഫ് ബ്യൂറോ. പ്രദീപ് തൃശ്ശൂർ. വീട് തൃശ്ശൂർ എന്നല്ല പറഞ്ഞ നേരത്തെ. അവണൂര്. പ്രദീപ് അവണൂര് താമസിക്കുന്നു. ഓക്കെ. ആണ് റാഫി ചാലക്കുടി, ചീഫ് ഫോട്ടോഗ്രാഫർ. ആയിക്കോട്ടെ, സന്തോഷം. ഇതെൻ്റെ സ്വന്തം. അതെൻ്റെ സ്വന്തം ജയശ്രീ. എൻ്റെ എല്ലാതും സഹായിക്കുന്ന ആളാട്ടോ. അങ്ങനെ അവർ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം ഫോട്ടോ ഒക്കെ എടുത്തു എൻ്റെ. അതിന് ശേഷം ചായയൊക്കെ കഴിച്ച് യാത്ര പറഞ്ഞ് പോവുകയാണ്. നമുക്ക് നാളെ കാണാം കേട്ടോ. ഓക്കേ.